ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ആത്മീയ അവേക്കണിങ്ങിൻ്റെ അടിസ്ഥാനത്തെ ബേസ് ചെയ്ത് സ്വയം അറിയൽ എന്ന അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അവിടെ നിങ്ങൾ തന്നെ അറിയുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ അറിയാതെ, നിങ്ങളുടെ ശക്തി എന്താണെന്നറിയാതെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നറിയാതെ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ സാധ്യമാവില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വയം അറിയലിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ സമയം നിക്ഷേപിക്കാൻ പോവുകയാണ്. സ്വയം അറിയൽ എന്നാൽ വെറും നിങ്ങളുടെ പേരും വിലാസവും അറിയുക എന്നതല്ല. അത് നിങ്ങളുടെ ആഴമായ ആ ചിന്താഗതികളെ അറിയുക എന്നതാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളെ അറിയുക എന്നതാണ്. നിങ്ങളുടെ ഭയങ്ങളെ അറിയുക എന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുക എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. അവിടെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ മറ്റ് പലവിധം ഫ്രീ ക്ലാസ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. രാവിലെ മോട്ടിവേഷൻ മെസ്സേജസ് ലഭിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് നൽകുക. ഇന്ന് വരെ ലഭിച്ച എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? ആദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ വേഗത അടങ്ങി കിടപ്പുണ്ട്. ഓക്കെ, എത്രത്തോളം മാനിഫെസ്റ്റേഷൻ്റെ വേഗത അത് നിങ്ങളുടെ ചോദ്യവും ഉത്തരത്തിനനുസരിച്ചായിരിക്കും. ചിലർ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ തെളിയിക്കാനാണ്. ചിലർ പണത്തിനായിട്ടാണ്. ചിലർ സ്വാതന്ത്ര്യത്തിലേക്കാണ് നോക്കുന്നത്. ഇനി ചിലരോ പ്രശസ്തിക്കായിട്ടായിരിക്കും നോക്കുന്നത്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണം അറിയണം. അതാണ് സ്വയം അറിയൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 4 തലങ്ങളിലൂടെ സഞ്ചരിക്കും. ഒന്നാമത് ഭൗതിക തലം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം, മനസ്സിലാവുണ്ടോ? അതുപോലെ നിങ്ങളുടെ എനർജി ലെവലുകൾ, അതെല്ലാം ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ പറയുന്നത് മാനസിക തലമാണ്. അത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭാവന, നിങ്ങളുടെ ഇൻ്റലിജൻസ്, ഇത് വളർത്തണം. മൂന്നാമതെന്ന് പറയുന്നത് ഇമോഷണൽ തലമാണ്. അവിടെ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആഴമേറിയ ആ ഒരു ആഗ്രഹങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തതോ ആത്മീയ തലം. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നിങ്ങളുടെ ഹയർ കണക്ഷൻ, ഇത് കണ്ടെത്തണം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്തിനാണ്? പണത്തിനായിട്ടാണ് മാത്രമാണോ? അല്ലെങ്കിൽ ഒരു ഹയർ പർപ്പസ് ഉണ്ടോ? ഇത് നമ്മൾ കണ്ടെത്തണം. ഞാൻ പല ക്ലാസ്സിലും പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു പർപ്പസിനെ പറ്റി. സോ അത് നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ, അവിടെ ഞാൻ ആരാണെന്ന് എഴുത്. ഞാൻ ആരാണെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്ന് എഴുതുക. ബിസിനസ്സാണ് ഈ ബിസിനസ്. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ ജോയിൻ ചെയ്തു, അത് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ. സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്ന് സ്വയം ചോദിക്കുക. അത് എഴുതുക. എന്താണ് എൻ്റെ യഥാർത്ഥ ആഗ്രഹം എന്ന് എഴുതുക. സത്യത്തിൽ ബിസിനസ് തുടങ്ങുക എന്നാണോ, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ എന്താണ് നേടാൻ ആഗ്രഹം, അത് വളരെ വ്യക്തമായിട്ട് എഴുതുക. ഓക്കെ, ഈ എഴുത്ത് നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളിലേക്കൊരു വെളിച്ചമാകും. ഇത് എഴുതുമ്പോൾ സത്യം മാത്രം എഴുതുക. ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. സത്യം എഴുതുക. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോകുള്ളൂ. ആഴങ്ങളിലേക്ക് ആ വെളിച്ചം പകരുള്ളൂ. ഇത് കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. എത്രമാത്രം നിങ്ങൾ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ പേർപ്പസ് കണ്ടെത്താനായിട്ട് പറ്റും. അത്രമാത്രം നിങ്ങൾക്ക് മീനിങ് ഫുൾ ആവാൻ പറ്റും. തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്വയം അറിയലിൻ്റെ ആ അവസ്ഥയിലേക്ക് കുറച്ച് സമയം നിക്ഷേപിച്ചു. നാളെ നമ്മൾ മനസ്സിൻ്റെ ശക്തിയും അതിൻ്റെ മാനിഫെസ്റ്റേഷനിലേക്കുള്ള പങ്കും പഠിക്കും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക, മറക്കരുത്.
അമേസിംഗ് ആയിട്ടുള്ള സെഷൻസാണ് ഇനി അപ്കമിങ് വരാൻ പോകുന്നത്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.